Good evening. Good evening. Lab join ആയോ? ആരാ നല്ല ഡിസ്കഷൻ? പണിഷ്മെന്റ് ഉണ്ട്. ആരുടെയാണ് മൈക്ക് ഓൺ? അവിടെയാ ഫുഡ് വെച്ചറിഞ്ഞേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? 8:36 സ്റ്റാർട്ടായി. നമുക്കിനി ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ക്ലാസ്സിലാണ്. കഴിഞ്ഞ നോട്ട്സ് എഴുതിയാ? എഴുതി. റെക്കോർഡ്സ് ആരൊക്കെ മേക്ക് ചെയ്തു? കൊടുത്തോ? സെൻഡ് ചെയ്തിട്ടുണ്ട്. സെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാരും അയച്ചോ? അയച്ചു. സാബിർ അയച്ചില്ല തോന്നുന്നുണ്ടല്ലോ. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ്റെതല്ലേ, രോഗങ്ങളെ കുറിച്ചിട്ടുള്ളതല്ലേ? അതെ അതെ, അതയച്ചു. അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. ഹെൽത്ത് ആൻഡ് ഹൈജീൻ. വാട്ട് ഇസ് ഹെൽത്ത്? മറ്റേ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞോ? ഫസ്റ്റ് ചാപ്റ്റർ അത്രേ ഉള്ളൂ. ആ. ഫസ്റ്റ് ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാ. അതുകൊണ്ടാണ് ഞാനത് അന്ന് ഫുള്ളായിട്ട് തന്നെ എടുത്തത്. എന്താണ് ഹെൽത്ത്? ആരും പറഞ്ഞില്ല. സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഒരു വൺ വേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അസോസിയേഷൻ വിത്ത് ദ ഫ്രീഡം വിത്തൗട്ട് ഡിസീസസ്. ഹെൽത്ത് എന്ന് വെച്ചാൽ രോഗമില്ലാത്ത ഒരവസ്ഥ. ഒരു രോഗിയാണെങ്കിൽ ഞാൻ ഹെൽത്ത് ഓക്കെ ആണെന്ന് പറയില്ലല്ലോ. ഇന്ന് എനിക്ക് എന്തോ ഹെൽത്ത് ഓക്കെ അല്ല. നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ പറഞ്ഞൊരു കാര്യമായിരിക്കും അല്ലേ, ഇന്ന് എന്താണെന്നറിയില്ല, എനിക്കൊരു ഹെൽത്ത് ഓക്കെ അല്ലാത്തപ്പോ. ഹെൽത്ത് ഫിസിക്കൽ മാത്രമല്ല, മെന്റൽ ഹെൽത്തും കൂടി ഉണ്ട്. ആരോഗ്യം വന്നത്, ഇപ്പൊ ഞാൻ മലയാളത്തിൽ ഒന്നുകൂടെ പറയുന്നത്, നിങ്ങൾക്ക് രണ്ടുപേരുണ്ട്, മലയാളം മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് അല്ലേ. ആരോഗ്യം എന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, എന്താ പിന്നെ ശാരീരികവും മാനസികവും സാമൂഹികവും, ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ എന്നീ എല്ലാ മേഖലകളിലും നല്ല നിലയിൽ കഴിയുന്ന ഒരവസ്ഥ. ഫിസിക്കൽ ഓക്കെയാണ്, അതുപോലെ സോഷ്യൽ സാമൂഹികമായിട്ടുള്ള ഹെൽത്തും ഓക്കെയാണ്. പക്ഷെ മനസ്സിന് എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. അപ്പൊ നമ്മൾ ഓക്കെ ആണോ? ഞാനിന്ന് ഓക്കെ അല്ലല്ലോ എന്ന് പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു സംഭവവും അത് തന്നെയാണ്. ആരോഗ്യം എന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രകാരം പൂർണ്ണമായ ശാരീരിക, മാനസിക, സാമൂഹിക ക്ഷേമത്തിന്റെ ഒരു അവസ്ഥ. എ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ഓഫ് മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ. അതാണ് നേരത്തെ ആരോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതാണ് നമ്മൾ ഹെൽത്തിന്റെ ഡെഫിനേഷൻ എഴുതേണ്ടത്. ഞാൻ നോട്ട്സ് ആയിട്ട് വിട്ടുതരാം. ഹെൽത്ത് ഈസ് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ദ ഡെവലപ്പ് ഓഫ് ദ ചൈൽഡ്. All type of the development of the child, physical, social and cognitive, affective, psychomotor, language, etc. are influenced by his health condition. Aristotle's maxim. Aristotle എന്താ പറഞ്ഞത്? Sound mind in a sound body is universally accepted idea. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. നോട്ട് ചെയ്ത് വെച്ചോളൂ.
ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? ഇല്ല ഇല്ല കിട്ടി. ഇല്ല. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. Some mind in a sound body. സൗണ്ട് ബോഡി. എ ഹെൽത്തി മൈൻഡ് എക്സിസ്റ്റ് ഇൻ എ ഹെൽത്തി ബോഡി. ഒരു ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാവും. ആര് പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല, അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്. It emphasizes the physical health and mental health are closely connected. ഫിസിക്കൽ ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യവും മാനസികമായിട്ടുള്ള ആരോഗ്യവും തമ്മിൽ ഭയങ്കരമായിട്ട് ക്ലോസ് ആണ്. അവിടെ ഒന്നിനോട് ഒന്ന് കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. When the body is healthy through proper nutrition. നമുക്ക് ബോഡിക്ക് എന്താ വേണ്ടത്? ആരോഗ്യം ഉണ്ടാവാന് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ വേണം, എക്സസൈസ് വേണം, റെസ്റ്റ് വേണം ആൻഡ് ഗുഡ് ഹാബിറ്റ്സ് വേണം. എന്നാലോ ദ മൈൻഡ് ഈസ് മോർ ലൈക്ലി ടു ബി ഹെൽത്തി, ഫോക്കസ്ഡ് ആൻഡ് ഇമോഷണലി ബാലൻസ്ഡ്. നമ്മുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പറ്റണം. സങ്കടവും സന്തോഷവും ഒക്കെ വരുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങാടി കിടന്നത് നമുക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റുമോ? ഒരു മരണ വീട്ടിൽ പോയിട്ട് നമ്മൾ പൊട്ടിച്ചിരിക്കോ? ഇല്ല. പക്ഷെ ഒരു സന്തോഷമുള്ള അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാപ്പിയസ്റ്റ് മൂമെന്റിൽ നമ്മൾ പൊട്ടിക്കരയോ? അതുമില്ല. അപ്പൊ അവിടെ നമ്മളെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പഠിക്കണം. പക്ഷെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചാണെങ്കിൽ ഇമോഷൻസ് ഇൻബാലൻസ്ഡ് ആണ്. കാരണം അവന് മരണോ വിവാഹമോ എന്നൊന്നുമില്ല. കാരണം അവന് ഇമോഷൻസ് പ്രകടിപ്പിക്കാനായിട്ടില്ല. ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ഇമോഷൻസ് കാണിക്കരുത് എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആൾക്ക് വരുന്നില്ല. ഇവിടെ എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി മീൻസ് ദാറ്റ് എ ഹെൽത്തി ബോഡി സപ്പോർട്ട്സ് എ ഹെൽത്തി മൈൻഡ്. ഗുഡ് ഫിസിക്കൽ ഹെൽത്ത് ഹെൽപ്സ് എ പേഴ്സൺ തിങ്ക് ക്ലിയർലി, ലേൺ ബെറ്റർ ആൻഡ് മെയിൻറ്റെയിൻ ഇമോഷണൽ വെൽബീയിങ്. അവിടെ കൃത്യമായിട്ട് നല്ലൊരു ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങൾ വ്യക്തവും ക്ലിയറുമായിരിക്കും. ദെൻ ചിന്തിക്കുന്നത് പഠിക്കുന്നത് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് മെയിൻറ്റെയിൻ ഇമോഷണൽ വെൽബീയിങ്. നമ്മൾ ആ ഒരു സ്റ്റേറ്റിൽ ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇമോഷൻസ് നിലനിർത്താനും സാധിക്കും. ഇവിടെയാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ള സൗണ്ട് ബോഡി സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ഹെൽത്ത് കനോട്ട് ബി ഡിഫൈൻ ഇൻ 1 or 2 സെന്റൻസ്. 1-2 വാക്കുകൾ നമുക്ക് ഹെൽത്തിനെ കുറിച്ച് പറയാൻ സാധിക്കില്ല. അക്കോർഡിംഗ് ടു എക്സ്പേർട്സ്, ഹെൽത്ത് ഈസ് നോട്ട് എ കണ്ടീഷൻ ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ഫ്രം എനി ഡിസീസ്. നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ തരം രോഗങ്ങളിൽ നിന്നും വിട്ടു നിന്നിട്ടുള്ള ഒരവസ്ഥയാണ് ഹെൽത്ത്. ഒരസുഖവും ഇല്ല, എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല, പക്ഷെ എനിക്ക് എന്തോ ഒരു എന്താ പറയാ ഒരു സന്തോഷം കിട്ടുന്നില്ല. അവിടെ ഞാൻ ഓക്കെ അല്ല. ഫിസിക്കലി ആൻഡ് മെന്റലി നമ്മൾ ഓക്കെ ആയിരിക്കണം. ഹിയർ കം ദ റോൾ ഓഫ് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇവിടെയാണ് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ ആരോഗ്യം എന്നത് പഠിക്കേണ്ടതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാരണം വരുന്നുള്ളൂ. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് എനിത്തിങ് ബട്ട് അനദർ നെയിം ഓഫ് ഹൈജീൻ. ഹെൽത്തിനോടൊപ്പം തന്നെ വരുന്ന ഒരു പദമാണ് ഹൈജീൻ, ശുചിത്വം. നമ്മൾ എൻവയോൺമെന്റ് ശുചിയാക്കുന്ന ഒരാളുണ്ട്. ആരാന്ന് പറയാൻ പറ്റുമോ? എല്ലായിടത്തും എൻവയോൺമെന്റ് ശുചീകരിക്കുന്ന ഒരാളുണ്ട്. നമ്മളെ നാച്ചുറൽ Crow ആണോ? കാക്കയാണോ? യെസ്, അതെ. കാക്ക നോർമലി നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നത് ശുചീകരണ പ്രവർത്തനത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പദവി വഹിക്കുന്ന ഒരാളാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഹെൽത്തിനോടൊപ്പം തന്നെ നമുക്ക് പറയുന്നൊരു വാക്കാണ് ഹൈജീൻ. ഹെൽത്തും ഹൈജീൻ, ശുചിത്വം. ദെൻ the word hygiene has been derived from Greek word hygeia, the name of Greek goddess of healing, and it means health. അപ്പോൾ ഗ്രീക്കിലെ ഒരു
ദേവതയുണ്ട്, ഹൈജിയ എന്ന് പറഞ്ഞ. ശരിക്കും ഒരു മെന്റലി ആയിട്ടുള്ള അതുപോലെ ഫിസിക്കലി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ പണ്ടത്തെ ഗ്രീക്കുകാര് ഈ ഹൈജിയ എന്ന ദേവതയോടാണ് പ്രാർത്ഥിക്കുക. അപ്പൊ അവരുടെ വിശ്വാസപ്രകാരം അത് അവർക്ക് ഹീൽ ആവുന്നുണ്ട്. അവർക്ക് പിന്നെ അത് ആ ഹെൽത്ത് തിരികെ കിട്ടുന്നു എന്നുള്ളൊരു വിശ്വാസം. അതിൽ നിന്നാണ് ഹൈജീൻ എന്നുള്ള വാക്ക് ഉണ്ടായത്. The knowledge on health and hygiene help the children to acquire and maintain good health and hygiene habits themselves as well as the society. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഉള്ളൊരു കുഞ്ഞ്, അവൻ വളർന്നു വരുമ്പോൾ നാളെ ആരാണ്? സൊസൈറ്റിയിലെ ഒരു പേഴ്സൺ ആണ്. കുഞ്ഞിലെ അവന് കിട്ടിയിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അവൻ ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പൊ നാളത്തെ സൊസൈറ്റിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ദ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ് നോക്കാം. അതിനു മുമ്പ് ഹെൽത്തിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ ശാരീരിക ആരോഗ്യം പറഞ്ഞു, ഫിസിക്കൽ ഹെൽത്ത്. ആ ശാരീരിക ആരോഗ്യത്തിന്റെ പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ശരീരാവയവങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുക. നമ്മള് കൈയും കാലും നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം, എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാൻ, കുനിഞ്ഞ് എണീക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പം ശരീരാവയവങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. രണ്ടാമത് വരുന്നത് മാനസികാരോഗ്യത്തിൻ്റെ ആണ്. മനസ്സമാധാനം, ആത്മവിശ്വാസം, അതുപോലെ തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി. മൂന്നാമത് നമ്മൾ പറയുന്നത് സാമൂഹികാരോഗ്യം, സോഷ്യൽ വെൽബീയിങ്. മനസ്സമാധാനം, മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ പുലർത്തുക. മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്തുക. നാലാമത്തത് ഒന്നുണ്ട്, സ്പിരിച്വൽ ആയിട്ട് വരുന്നത് ആത്മീയ ആരോഗ്യം. ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും കണ്ടെത്താനുള്ള കഴിവ് ആർജിച്ചെടുക്കുക. അപ്പോൾ ആത്മീയ ആരോഗ്യം പലപ്പോഴും നമുക്ക് പ്രാർത്ഥനയിലൂടെ, യോഗയിലൂടെ ഒക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്. പ്രാർത്ഥിച്ച് ഒരു ദിവസം നമ്മൾ പ്രാർത്ഥനയോടെ തുടങ്ങുക. അപ്പം മറ്റേ ഇവരുണ്ടല്ലോ യുക്തിവാദികളാണെങ്കിൽ അവർ യോഗയിലൂടെയാണ് തുടങ്ങുക ഒരു ദിവസം. എന്തായാലും മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മള് കൾച്ചറിലാണെങ്കിൽ സുബഹി ബാങ്കിന് നമ്മൾ എണീക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മളെ ശരീരം ശുദ്ധിയാക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതേ രീതിയിൽ തന്നെയാണ് മറ്റ് മതങ്ങള് ആളുകൾ. അവരാ സമയത്ത് എണീക്കുന്നു, കുളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അമ്പലത്തിൽ പോകുന്നില്ല, പള്ളിയിൽ പോകുന്നു. ഇങ്ങനെയുള്ള ആത്മീയാരോഗ്യം അവരും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ന്യൂട്രീഷൻ ബാലൻസ് ചെയ്തിട്ടുള്ള ഫുഡ് വേണം. സന്തുലിതമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. സ്ഥിരമായി ജങ്ക് ഫുഡ് തന്നെ കഴിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും നമുക്ക് കൃത്യമായിട്ട് ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ കഴിയില്ല. അവിടെ ഇമോഷൻസ് ഇൻബാലൻസ് ആയിരിക്കും. തലവേദന, കഴുത്ത് വേദന, അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥത, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ അവിടെ ന്യൂട്രിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പിന്നുള്ളത് സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുക, ഡെയിലി എക്സസൈസ്. കൂടാതെ 8 മണിക്കൂർ ഉറങ്ങണം, മിതമായിട്ടുള്ള ഉറക്കം. അതിൽ കൂടരുത്, കുറയുകയും ചെയ്യരുത്. മിനിമം 8 മണിക്കൂർ, മാക്സിമം 8 മണിക്കൂർ, മിനിമം 5 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം വേണം. ദെൻ വ്യക്തി ശുചിത്വം പാലിക്കുക, പല്ല് തേക്കുക, കുളിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഓരോ തവണയും ടോയ്ലറ്റിൽ പോയാൽ ക്ലീൻ ആക്കുക. ഇതൊക്കെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മറ്റൊന്നാണ് മെന്റൽ സ്ട്രെസ് കുറയ്ക്കുക, മാനസിക സമ്മർദ്ദം. നമുക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇൻബാലൻസ് ആയി കിടന്ന ഒരു കാര്യമാണ് എന്ത്? മാനസിക സമ്മർദ്ദം.
രാവിലെ മുതൽ ഇങ്ങനെ 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 പിറുപിറുത്ത് ഇങ്ങനെ എനിക്ക് തല അങ്ങ് വെട്ടി പൊളിയുന്നുണ്ട് എന്നൊക്കെ ഒരു തവണയെങ്കിലും പറയാത്ത ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നമ്മൾ കരഞ്ഞ് 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 തളർന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഭയങ്കരമായിട്ട് ഹെഡേക്ക് വരുന്നുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാല് ശരീരവും മനസ്സും സാമൂഹിക ബന്ധങ്ങളും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് ആരോഗ്യം, ഹെൽത്ത്. ശരിയല്ലേ? എല്ലാം ഒരു മിനിമം അല്ലെങ്കിൽ ഒരു ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോണം. ദെൻ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഈ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് സബ്ജക്ട്സ്. ഫസ്റ്റ് പോയിന്റ്, knowledge about food items and their contribution of the proper growth and development of the human body. Knowledge about food items. ഓരോ ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് എത്രയുണ്ട് എന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ കഴിക്കുന്ന സെറിൽസ് ഉണ്ട്, ഈ ധാന്യങ്ങള് പൊടിയല്ലാതെ സെറിൽസ് ആയിട്ട് വരുന്നത്. അതില് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ 150 ഗ്രാം. അപ്പം നിങ്ങൾ സ്കൂളുകളിലൊക്കെ ഒരു ഫുഡ് ചാർട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു കുഞ്ഞിന് കൊടുക്കാനുള്ള ചാർട്ട്. അതിൽ സെറിൽസ് 4 മുതൽ 6 വയസ്സ് വരെ 200 ഗ്രാം. അപ്പൊ ചെറുപയർ എടുക്കുകയാണെങ്കിൽ, പൾസസ് എടുക്കുകയാണെങ്കിൽ 60 ഗ്രാം. ഒരു കുട്ടിക്ക് 60 ഗ്രാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 60 ഗ്രാമിന്റെ നേരത്തെ ഈ ഒരു സ്കൂളിൽ പാചകക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിനൊരു ക്ലാസ് കൃത്യമായിട്ട് കൊടുക്കും. 60 ഗ്രാം ഏത് അളവിൽ എടുക്കണം. ദെൻ ഗ്രീൻ വെജിറ്റബിൾസ് 70, ഒരു ദിവസത്തെയാണ് കേട്ടോ പറയുന്നത്. ഗ്രീൻ വെജിറ്റബിൾസ് 75 ഗ്രാം വേണം. അതർ വെജിറ്റബിൾസ് ഗ്രീൻ അല്ലാത്ത ഓറഞ്ച്, യെല്ലോ, വൈറ്റ് ഒക്കെ കളറിലുള്ള വെജിറ്റബിൾസ് ഉണ്ട്, പംകിൻ, ക്യാരറ്റ്, ബീട്രൂട്ട്, അതൊക്കെ. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് വേണ്ടത് 50 ഗ്രാം ആണ്. ദെൻ ഫ്രൂട്ട്സ് ഷുഗർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 50 ഗ്രാം ഡെയിലി എടുത്താൽ മതി. മിൽക്ക് 3 വയസ്സ് വരെയുള്ള കുട്ടിക്ക് 300 ഗ്രാം മിൽക്ക് പ്രോഡക്റ്റ് വേണം. പക്ഷെ 3 ശേഷം 6 വയസ്സിനുള്ളിലൊരു കുഞ്ഞിന് 250 ഗ്രാം മതി. അവിടെ നമ്മൾ കുറച്ച് കുറയ്ക്കുന്നുണ്ട് മിൽക്ക് പ്രോഡക്ട്സിൽ. ഓയിൽ ആൻഡ് ഫാറ്റ് 25 ഗ്രാം, ഏകദേശം ഒരു ടേബിൾ സ്പൂണേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എത്ര കൊടുക്കാറുണ്ട്? പൊരിച്ച കോഴി, പിന്നെ പഴംപൊരി, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ബേക്കറി പലഹാരങ്ങൾ, എത്ര ഓയിലും ഫാറ്റാണ് അവർ കൊടുക്കുന്നത്. മീറ്റ് ആൻഡ് ഫിഷ് 30 ഗ്രാം മതി ഡെയിലി, ഏതെങ്കിലും ഒന്ന്, ഫിഷ് ആണെങ്കിലോ മീറ്റ് ആണെങ്കിലോ. അതുപോലെ തന്നെ ഷുഗർ വളരെ കുറഞ്ഞ അളവിലെ കൊടുക്കാൻ പാടുള്ളൂ. 30 ഗ്രാമേ 3 വയസ്സ് വരെയുള്ള കുഞ്ഞിന് കൊടുക്കാൻ പാടുള്ളൂ. 40 ഗ്രാം വരെ 6 വയസ്സ് വരെയുള്ള കുഞ്ഞിന് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ അതിൽ കൃത്യമായിട്ട് ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നോളജ് അബൌട്ട് ഫുഡ് ഐറ്റംസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ ഓഫ് ദ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് സിഗ്നിഫിക്കേഷൻ ഓഫ് പ്യുവർ ആൻഡ് ക്ലീൻ വാട്ടർ, ഫ്രഷ് എയർ, പ്രോപ്പർ റെസ്റ്റ്, ഫിസിക്കൽ എക്സസൈസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് റിയാക്റ്റീവ് ആൻഡ് സൗണ്ട് സ്ലീപ്പ്. സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഒച്ചണ്ടാക്കി ഉറങ്ങാന്നല്ല, ഡീപ്പ് സ്ലീപ്പ്. ഒരു ചിന്തയും ഇല്ലാതെ നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങി പോവുക, അതാണ് സൗണ്ട് സ്ലീപ്പ് എന്ന് പറയുന്നത്. സൗണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇതൊന്ന് ഒച്ചുള്ള ഉറക്കമെന്ന് വയ്ക്കും. സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അഗാധമായിട്ടുള്ള ഉറക്കം എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയാ വേണ്ടത്? പ്യുവർ വാട്ടർ, വെള്ളം തിളപ്പിച്ച് അതുപോലെ ജീരകം മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ട് അല്ലേ? പലർക്കും ചുക്ക് വെള്ളം അങ്ങനെയൊക്കെ ആയിട്ട് കുടിക്കുക. പക്ഷെ ഏറ്റവും പെർഫെക്ഷൻ എന്താണെന്നറിയാം? കിണർ വെള്ളം. ആ കിണർ വെള്ളം ടെസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം കിണർ വെള്ളത്തിലും നിക്കൽ കോളിഫോം ബാക്ടീരിയ വരാം. ഐ മീൻ മണ്ണിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന സംഭവമാണ്. ടോയ്ലറ്റിന്റെ ടാങ്കൊക്കെ കുറച്ച് അകലത്തിലുണ്ട്. വെള്ളം നിൽക്കുന്ന പ്രദേശമാണെങ്കിൽ കിണർ വെള്ളത്തിൽ നിക്കൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാവും.
6 മാസം കൂടുമ്പോൾ വെള്ളം ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. ഇല്ല, അത് ബാക്ടീരിയയുടെ സാന്നിധ്യം കുറവുള്ള പ്യുവർ വാട്ടർ, നല്ല ക്ലീൻ വാട്ടർ നമ്മൾ കഴിക്കണം, അല്ല സോറി കുടിക്കണം. ദെൻ ഫ്രഷ് എയർ. ഇപ്പൊ കിട്ടാൻ പാടാ ഫ്രഷ് എയർ. എല്ലായിടത്തും കാർബൺ മോണോക്സൈഡ് ആണ്. ഏത് ഊടുവഴിയിലൂടെ ആണെങ്കിലും വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ പ്രോപ്പർ റെസ്റ്റ്, കൃത്യമായിട്ടുള്ള റെസ്റ്റ് വേണം. ഫിസിക്കൽ എക്സസൈസ്. നമ്മൾ സ്ത്രീകൾ കരുതുന്ന ഒരു കാര്യമുണ്ട്, എക്സസൈസ് എന്ന് പറയുമ്പോൾ വീട്ടിലെല്ലാ ജോലിയും അടിക്കുന്നു, തുടയ്ക്കുന്നു, കിച്ചണിൽ വർക്ക് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്റെ ശരീരം കൊണ്ട് തന്നെയല്ലേ, പക്ഷെ അത് എക്സസൈസ് അല്ല. എക്സസൈസിന് വേണ്ടിയിട്ട് 1/2 മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് മാറ്റി വെക്കുക. അത് ജിമ്മിലോ അല്ലെങ്കിൽ ഒന്നും പോയി ചെയ്യണമെന്നില്ല. നമ്മുടെ മുറ്റുണ്ടെങ്കിൽ മുറ്റത്ത് നടക്കാം. ഈ മുറ്റില്ലാത്തവരാണെങ്കിൽ അകത്ത് ഒരു ത്രെഡ്മിൽ വാങ്ങിയിട്ടാൽ മതി. അതിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നടക്കുകയോ ഓടുകയോ ചെയ്യാം. എക്സസൈസ് 1/2 മണിക്കൂർ നിർബന്ധമായിട്ടും സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പുരുഷന്മാർ പലപ്പോഴും മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്ക് ഒക്കെ ആയിട്ട് അവർ പോകും. പക്ഷെ നമ്മൾ ഈ അകത്ത് മാത്രമാണ് ചുറ്റിത്തിരിയുന്നത്. ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം കൈയൊക്കെ വീശി നടക്കുക എന്നുള്ള കാര്യങ്ങൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ ഫോൺ മാറ്റി വെക്കുക. ഒരു കാരണവശാലും ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പാടില്ല. പലപ്പോഴും പലരുടെയും ശീലം എന്താണ്, ആ ലൈറ്റ് കണ്ട് 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 നമ്മൾ കണ്ണിങ്ങനെ ഉറങ്ങി വരുമ്പോൾ അതങ്ങ് മാറ്റി വെക്കും. പക്ഷെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ കണ്ണിനും കേടാണ്, നമ്മളെ ബ്രെയിനിനും കേടാണ്. അവിടെ നമുക്ക് സൗണ്ട് സ്ലീപ്പ് കിട്ടില്ല. ഐ മീൻ അഗാധമായിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു ഉറക്കം നമുക്ക് കിട്ടൂല. കാരണം നമ്മുടെ മൈൻഡിൽ എന്താണുള്ളത്, ആ ഫോണിൽ കണ്ട കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. നോർമലി നമ്മൾ എന്താണ് ചെയ്യുക, പ്രാർത്ഥിച്ച് ഒന്ന് ജസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊന്ന് ഡീപ് ബ്രീത്തൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കിടക്കുക. പക്ഷെ ഫോൺ കണ്ട് ആ ഫോൺ മാറ്റി വെക്കുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല. പ്രാർത്ഥന നമ്മൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിനുശേഷം വീണ്ടും ഫോൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത് ഈ ഫോണിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നമുക്ക് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം നഷ്ടപ്പെടും. മൂന്നാമത്തെ കാര്യം വരുന്നത് ബാഡ് ഹാബിറ്റ് ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ആൻഡ് taking drug and their evil effect on health includes physical and mental damage caused to the individual as well as the society. ശരിയല്ല? ബാഡ് ഹാബിറ്റ് ആയിട്ടുള്ള സ്മോക്കിംഗ്, കള്ളുകുടി, ഡ്രഗ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി, ന്യൂസിലാണെങ്കിലും ശരി കേൾക്കുന്നത് എന്താണ്, ഓപ്പറേഷൻ തൂഫാൻ, 18കാരിയെ പിടികൂടി, 16 വയസ്സുകാരിയുടെ കൂടെ 2 പുരുഷന്മാർ. എന്താ നമ്മുടെ സോഷ്യലൊക്കെ നമ്മുടെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്, എവിടെ എത്തിക്കിടക്കാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ അതായത് നമ്മൾ പെറ്റ് പോറ്റിയ നമ്മുടെ കുഞ്ഞുങ്ങളെ വരെ സംശയ കണ്ണോടെ നോക്കേണ്ട അവസ്ഥയാണ്. വീട്ടിലേക്ക് കയറി വരുന്ന നമ്മുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ അനിയന്മാരോ ജ്യേഷ്ഠന്മാരോ മക്കളോ ആരാണെങ്കിലും ശരി, ഒറ്റയ്ക്ക് ആവുന്ന സമയത്ത് പണ്ടത്തെ പോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് വാതിൽ തുറന്നിട്ട് പറ്റാത്തൊരു സാഹചര്യമല്ലേ. അവർ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അറിയില്ല. കാരണം അവരെന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇന്നത്തെ ജനറേഷൻ നിൽക്കുന്ന ഒരവസ്ഥ ഞാൻ പറഞ്ഞത്. ഇത് ചെകുത്താന്മാരെ ആയിരിക്കും അവരുടെ ഉള്ളില്. ആ ചെകുത്താൻ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിന്റെ റിയാക്ഷൻ വീട്ടിൽ മാത്രമല്ല, സമൂഹത്തിലും കൂടെ ഇൻവോൾവ് ആണ്. കുഞ്ഞു മക്കളെ ക്യാരിയാക്കാൻ അവരുടെ ബാഗിൽ ഇട്ട് കൊടുത്തിട്ട് അവരോട് പറയാം, അപ്പുറത്തൊരു ചേട്ടൻ നിന്റെ ബാഗിൽ നിന്ന് ഈ പൊതി എടുക്കും, അവന് കൊടുക്കണം, നിനക്ക് ഞാൻ മിഠായി തരാം. ആ മിഠായിൽ എന്താണുള്ളത്, ലഹരിയാണ്. നാളെയും ആ കുഞ്ഞിന് മിഠായി വേണം. അപ്പൊ ഇതേ രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഡാമേജ് ആവുന്നത് നമ്മുടെ വീട് മാത്രമല്ല, നമ്മുടെ സമൂഹം കൂടിയാണ്. ഒറ്റയ്ക്കല്ല നശിക്കുന്നത്, ആ ആള് ലഹരിക്ക് അടിമപ്പെട്ട ആൾ സമൂഹത്തിനെ കൂടെ നശിപ്പിക്കുകയാണ്. അവിടെ ആസ് എ ടീച്ചർ എന്ന രീതിയിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ലെവലില്. വീട്ടില് പലപ്പോഴും കുഞ്ഞു മക്കളൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്ട് ചെയ്യുന്നത് ഗവൺമെന്റ് സ്കൂൾസിലാണ്.
ഫീസ് കൊടുത്ത് പഠിക്കുന്ന മക്കൾ എന്ന് വെച്ചാല് ആ പാരന്റ്സ് എന്തായാലും ഫീസ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. പക്ഷെ ഗവൺമെന്റ് സ്കൂളുകളിൽ കള്ളുകുടിയും അതുപോലെ ഇങ്ങനത്തെ ഈ സ്മോക്കിംഗ്, ഡ്രഗ്സ് അങ്ങനത്തെ ഒക്കെ പാരന്റ്സ് രാത്രിയിൽ ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ അവിടെ കുട്ടികൾ വന്നിട്ട് പറയും, ഇന്നലെ രാത്രി അച്ഛൻ വന്നിട്ട് അമ്മയെ ഒത്തിരി അടിച്ചു. എന്തിനാ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയില്ല ടീച്ചറെ, അമ്മ കുറേ കരഞ്ഞു, ഞാനും കരഞ്ഞു. അമ്മ കരഞ്ഞപ്പോൾ മോനെന്തിനാ കരഞ്ഞത്? അത് അമ്മയുടെ സങ്കടം കണ്ടപ്പോ എനിക്ക്. അപ്പൊ അവരുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള കാര്യം പിന്നീട് പിറ്റേ ദിവസം വന്ന് പറയാ എന്താണെന്നറിയോ? അച്ഛൻ അടിക്കുന്നതേ കള്ള് കുടിക്കുമ്പോഴാണ്. അപ്പൊ എന്താ ഈ കള്ള്? അതെന്താന്നറിയില്ല, അത് കുടിച്ചു കഴിഞ്ഞാല് പിന്നെ അച്ഛനൊന്നും ഓർമ്മ കാണില്ല. അച്ഛൻ തന്നെ മോനോട് കുമ്പസാരിക്കുകയാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് അച്ഛൻ പറയാണ്, അച്ഛൻ ഇന്നലെ വന്നപ്പോ അച്ഛന് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ കഴിച്ചത്? ചിക്കനാണോ? ചിക്കൻ ബിരിയാണിയാണോ? അല്ല, കള്ള് കുടിച്ചിട്ടാ വന്നത്. അപ്പം അവിടെ കുഞ്ഞ് പഠിക്കുകയാണ് കള്ള് എന്നൊരു സംഭവത്തെ കുറിച്ചും. കള്ള് കുടിച്ചാൽ ബോധം ഉണ്ടാവില്ല, എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഈ കുഞ്ഞെത്തി നിൽക്കുകയാണ്. എന്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ 18, 19, 20 വയസ്സ് കഴിഞ്ഞ ഏതെങ്കിലും ഒരു പയ്യന്മാര് ഇതെന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാല് സൊസൈറ്റിന്ന് തന്നെ അവരെ പെരുമാറും. ഐ മീൻ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നാട്ടുകാര് തന്നെ പെരുമാറും. പക്ഷെ ഇന്ന് ആർക്കും ഭയമാണ്. ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ കേസാണ്. അടിച്ചു കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാൻ ആൾക്കാർക്ക് സമയമുള്ളൂ. ഇതൊക്കെ നമ്മൾ നിങ്ങളോട് ഇത് പറയുന്നത്, നിങ്ങളൊരു ടീച്ചർ ആവുമ്പം സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ടീച്ചർ. വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ് ടീച്ചർ. 4ാമത്തെ പോയിന്റ് പറയാം. ബിക്കോസ് ഓഫ് ദ വേരിയസ് എലമെന്റ്സ് ആൻഡ് മീൻസ് ഓഫ് ദെയർ പ്രിവെൻഷൻ. ഒരുപാട് ഇത്തരം കേസുകളിൽ നമുക്ക് അലിഗേഷൻസ് വരും. നമ്മളെ അടുത്തേക്ക് വന്നിട്ട് കൂടുതൽ ആളുകളും ടീച്ചറെ പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് ആ കുട്ടീന്റെ അച്ഛനെ വിളിച്ച് സംസാരിക്കോ, അല്ലെങ്കിൽ അവന് ഇങ്ങനെ പെരുമാറുന്നുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് അറിയിക്കോ. പലപ്പോഴും ആ ടീച്ചേഴ്സിന്റെ അടുത്ത് വന്നിട്ടാണ് ചോദിക്കുക. അപ്പോൾ ആ ടീച്ചർ എന്നുള്ള രീതിയിൽ, കാരണം ഒരാള് നമ്മുടെ അടുത്ത് വന്നിട്ട് ടീച്ചറെ നിങ്ങളൊന്ന് പറയും, ഓന്റെ വീട്ടിലൊന്ന് വിളിച്ച് പറയിട്ടോ, ഓന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയിക്കിട്ടോ എന്ന് പറയുമ്പോ ആർക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്? നമുക്കല്ലേ. നമ്മളാണ് ആരെ ബോധിപ്പിക്കേണ്ടത്? ആ പാരന്റ്സിനെ ബോധിപ്പിക്കേണ്ടത്. അവിടെ കൃത്യമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ 4ാമത്തെ കാര്യം പറഞ്ഞാൽ കേഴ്സ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് പ്രോസസ് ഓഫ് വേരിയസ് എലമെന്റ്സ് മീൻസ് ദെയർ പ്രിവെൻഷൻ. ഇപ്പോൾ ഡിഫറൻസ് ആയിട്ടുള്ള രോഗങ്ങൾ, ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഹെൽത്ത് റെക്കോർഡ് ചെയ്യിച്ചു. ഹെൽത്ത് റെക്കോർഡ് ചെയ്യിച്ചപ്പോൾ നിങ്ങൾ രോഗങ്ങളെ കുറിച്ചാണ് മിക്കവരും എഴുതിയിട്ടുള്ളത്, എല്ലാവരും എഴുതിയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ജേംസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈജീൻ ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ ചേരി പ്രദേശങ്ങൾ, സ്ലം ഏരിയാസ് ഉണ്ട്. അവിടെ ടോയ്ലറ്റ് ആണെങ്കിലും കുടിവെള്ള സ്രോതസ് ആണെങ്കിലും ഒക്കെ അടുത്തടുത്തായിരിക്കും. ജനങ്ങൾ ഇങ്ങനെ തിങ്ങി പാർക്കുകയാണ്. ആ ഒരു രീതിയിൽ ഇപ്പൊ പൈപ്പിലൂടെ ആയിരിക്കും കുടിവെള്ളം വരുന്നത്. പക്ഷെ ആ പൈപ്പിന് ചെറിയൊരു ലീക്ക് ഉണ്ടെങ്കിൽ ആ ലീക്കിലൂടെ എന്ത് കയറും? ഈ അഴുക്ക് വെള്ളം ആ വെള്ളത്തിലോട്ട് കലരും. അപ്പൊ അവിടെ പ്യുവർ ഹൈജീൻ ആണ്. അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ വരുന്നുണ്ട്. ലൈഫ് സ്റ്റൈല് ഹെൽത്തി ആയിട്ടുള്ളതല്ലാതെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് വേണം? പ്രിവെൻഷൻ വേണം. പ്രിവെൻഷൻസിന്റെ മെഷേഴ്സ് നമ്മൾ കൊടുക്കണം. വാക്സിനേഷൻ വേണം, അതുപോലെ തന്നെ ക്ലീൻലിനെസ്, ഹെൽത്തി ഫുഡ് ആൻഡ് റെഗുലർ മെഡിക്കൽ ചെക്കപ്സ്. ഇത് നമ്മൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഇപ്പം അംഗൻവാടി ടീച്ചേഴ്സ് കണ്ടിട്ടില്ലേ,
കൃത്യമായിട്ട് ഈ വാക്സിനേഷൻ ഇപ്പൊ പോളിയോ കഴിഞ്ഞ മാസമായിരുന്നു പോളിയോ വാക്സിൻ. അപ്പൊ പോളിയോ കൊടുക്കാത്ത കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു ഇവര് രാവിലെ മുതൽ പെട്ടി നോക്കി പോവാണ്. ഓരോ വീടുകളും കയറി ഇറങ്ങാണ് കുട്ടികളുള്ള. അവിടെ പോളിയോ കൊടുത്തിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പോളിയോ എന്ന രോഗം ആ ഒരു നാട്ടിൽ നിന്ന് കൃത്യമായിട്ട് തുടച്ച് നീക്കാൻ വേണ്ടിയിട്ട്. ദെൻ 5ാമത്തെ പോയിന്റ് വരുന്നത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ദെൻ മെന്റൽ ഹെൽത്ത്, ഡൊമസ്റ്റിക് ഹൈജീൻ, കമ്മ്യൂണിറ്റി ഹൈജീൻ. 3 രീതിയിൽ വരുന്നുണ്ട്. മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത് ബൈ മാനേജിങ് സ്ട്രെസ് ആൻഡ് ഇമോഷൻ. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ ഗുഡ് ഹെൽത്തിന് എന്താ വേണ്ടത്? നമ്മളെ സ്ട്രെസ്സും ഇമോഷൻസും ബാലൻസ് ചെയ്യണം. സ്ട്രെസ് കുറയ്ക്കണം, ഇമോഷൻസ് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ അതും കുറയ്ക്കണം. Then practice personal hygiene, bathing, brushing teeth and washing hands. വാഷിംഗ് ഹാൻഡ്സിന്റെ ഒക്കെ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള വേ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ, മോണ്ടസറിയിൽ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നുണ്ട്. ദെൻ ഡൊമസ്റ്റിക് ഹൈജീൻ വരുന്നത് കീപ് ഇൻ ദ ഹോം ക്ലീൻ. വീട് വൃത്തിയാക്കുക. വീട് മാത്രം വൃത്തിയാക്കിയാൽ മതി ഡൊമസ്റ്റിക് ഹൈജീന്. ക്ലാസ് റൂം, സ്കൂള്, പരിസരം, നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം ശുചിയാക്കുക. വീട്, പരിസരം, സ്കൂള്, ക്ലാസ് റൂം. ഒക്ടോബർ 2 എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഒക്ടോബർ 2 ഒക്ടോബർ 2ന്റെ പ്രത്യേകത എന്താ? ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിക്ക് എന്താ നമ്മൾ ചെയ്യുക? സേവനവാരമൊക്കെ സ്കൂളിൽ നടത്തും. സേവനവാരം. അതെ, സ്കൂളുകളില് സേവനവാരം ഒരാഴ്ച ക്ലീനിങ് ആയിരിക്കും ഫുള്ളായിട്ട്. സ്കൂൾ മാത്രമല്ല, അങ്ങാടികൾ ക്ലീൻ ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഫുട്പാത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വർഷത്തില് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡേ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഗാന്ധി ജയന്തിക്കാണ്, ഒക്ടോബർ 2. അപ്പൊ അവിടെ ഡൊമസ്റ്റിക് ക്ലീനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ദെൻ കമ്മ്യൂണിറ്റി ഹൈജീൻ. കമ്മ്യൂണിറ്റി ഹൈജീൻ വരുന്നത് സ്കൂള്, സ്ട്രീറ്റ് ആൻഡ് പബ്ലിക് പ്ലേസ്. ഇവിടെ മെന്റൽ ഹെൽത്ത്, ഡൊമസ്റ്റിക് ഹൈജീൻ, കമ്മ്യൂണിറ്റി ഹൈജീൻ. അപ്പം ഡൊമസ്റ്റിക് ഹൈജീൻ വീടും പരിസരവും, കമ്മ്യൂണിറ്റി ഹൈജീന് നമ്മൾ ഹോസ്പിറ്റൽ, സ്കൂള്, സ്ട്രീറ്റ്, പബ്ലിക് പ്ലേസ് എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ചെയ്യാം. ദെൻ 6th പോയിന്റ്, ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ഇൻ എമർജൻസി. ഫസ്റ്റ് എയ്ഡ് ഇൻ എമർജൻസി എന്താണ്? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ ഫസ്റ്റ് എയ്ഡ്? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വണ്ടികളിൽ ഉണ്ടായിരിക്കും. വണ്ടി വാങ്ങിക്കുമ്പോൾ ഉള്ളിലുണ്ട്. അതെ, ബസ്സിലുണ്ടാവും FA ബോക്സ്, ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഒരു മുറിവ് പറ്റിയാൽ ക്ലീൻ ചെയ്യാൻ, പെട്ടെന്ന് അറ്റ് മൊമെന്റിൽ എന്തെങ്കിലും ഒരു മെഡിസിനോ എന്തെങ്കിലുമൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കുക. ബേണിങ്, തീ പൊള്ളല്, മുറിവ്, ബ്ലഡ് നിൽക്കാണ്ട് ഒഴുകുക, ഇങ്ങനത്തെ ഒക്കെ സംഭവത്തിൽ നമുക്ക് കൃത്യമായി അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ വരുന്നുണ്ട്, ഓരോ മുറിവിനും വരുന്നത്. ലേണിംഗ് ബേസിക് ഫസ്റ്റ് എയ്ഡ് ഫോർ എമർജൻസീസ് സച്ച് ആസ് കട്ട്സ്, ബേൺസ്, ഫ്രാക്ചേഴ്സ്, ചോക്കിംഗ് ആൻഡ് ബ്ലീഡിങ്. അപ്പം പലപ്പോഴും നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങുക. കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമാണിപ്പോൾ അത്. അതിന്റെ റിയൽ ഇതെന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നില്ല, ഇതിങ്ങനെ എടുത്തിട്ട് ആർത്തിയിൽ വിഴുങ്ങുകയാണ്. ജങ്ക് ഫുഡ് ആവട്ടെ, അല്ലെങ്കിൽ ഈ ബേക്കറി പലഹാരങ്ങളാവട്ടെ, പെട്ടെന്ന് തന്നെ കുരുങ്ങിപ്പോവും. പിന്നെ അതുപോലെ തന്നെ വേറൊന്നാണ് ഭക്ഷണം ലെൻസിലേക്ക് ഇറങ്ങിയിട്ട് മരണം സംഭവിക്കുക. ഭക്ഷണം ലെൻസിലേക്ക് എങ്ങനെ ഇറങ്ങുക? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വോക്കൽ കോഡിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു വാൽവ് പോലെയാണ്. അത് നമ്മൾ സംസാരിക്കുമ്പോൾ ലെൻസിന്റെ ഭാഗം ഓപ്പൺ ആയിരിക്കും. കാരണം നമ്മളെ സൗണ്ട് മറ്റുള്ളവർക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ ബ്രീത്ത് എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ
ഈ ഒരു പല്ലുകളും അതുപോലെ തന്നെ ഈ രസങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ അത് നമ്മൾ ഇറക്കുന്ന സമയത്താണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ വാൽവ് രണ്ടും ഈ അടഞ്ഞു കിടക്കണപ്പോ നമുക്ക് നോർമലി അടഞ്ഞു കിടക്കുന്നത് ഓപ്പൺ ചെയ്യുന്നതുണ്ട്. ആ ഒരു ലെൻസിലേക്ക് പോവാതെ അത് കൃത്യമായിട്ട് അടഞ്ഞു കിടന്നിട്ട് ഭക്ഷണം എവിടേക്ക് ഇറങ്ങണം, നമ്മുടെ അന്നനാളിയിലേക്ക് ഇറങ്ങണം. അങ്ങനെ ആവും അത് പ്രോപ്പറായിട്ട് പോവുക. പക്ഷെ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് തൊണ്ടക്കുഴി ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ വാൽവിന്റെ ഇടയിൽ കൊടുങ്ങാണ്. മേ ബി അതെങ്ങാനും ലെൻസിലോട്ട് പോയി കഴിഞ്ഞാൽ ആള് ഡെഡ് ആവാനുള്ള സാധ്യത വരെ ഉണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. ആര് പറഞ്ഞതാണ്? നമ്മളെ മതം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? ഭക്ഷണം കഴിക്കുമ്പോൾ സാവധാനം, അതുപോലെ അതിന്റെ ടേസ്റ്റ് അറിഞ്ഞ് ചവച്ച് കഴിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള, നമ്മളെ ആമാശയത്തിലുള്ള ഒരു രസമുണ്ട്, ഇനി ഒരു ആസിഡ്, അതിലേക്ക് എല്ല് വിഴുങ്ങിയാൽ പോലും അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്കൊരു കേടും ഇല്ലാതാക്കുന്നുണ്ട്. അത്രയും പവർഫുൾ ആണത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രസം, ഒരു കെമിക്കൽ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ കെമിക്കൽ സയന്റിഫിക് ആയിട്ട് ആ കെമിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കെമിക്കൽ എങ്ങാനും ഒരു തുള്ളി എങ്ങാനും നമ്മുടെ കാലിൽ ഇറ്റി കഴിഞ്ഞാൽ ഓട്ടയാവും. അത്രയും പവർഫുൾ ആയിട്ടുള്ള കെമിക്കൽ. അപ്പൊ നമുക്കൊക്കെ നെഞ്ചരിച്ചിൽ വരാറുണ്ട്. ഈ നെഞ്ചരിച്ചിൽ എങ്ങനെ വരിക? നമ്മൾ പറയും ഗ്യാസിന്റെ ആണ്. പക്ഷെ നമ്മളെ ആമാശയത്തിൽ നിന്നും ഒരു തുള്ളി ആ രസം മുകളിലേക്ക് വരാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് മുകളിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുന്നത്. നെഞ്ചരിച്ചിൽ കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കരുത്. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നല്ല വയറ് ഫുള്ളാക്കിയിട്ട് അങ്ങ് പോയി കിടന്നുറങ്ങി കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു പ്രശ്നം വരാം, നെഞ്ചരിച്ചിലിന്റെ പ്രോബ്ലം വരാം. പിന്നെ ഫസ്റ്റ് എയ്ഡിൽ വരുന്നതാണ് പെട്ടെന്ന് ഉണ്ടാവുന്ന കട്ട്സ്, മുറിവ്, ബേൺസ്, പൊള്ളല്. മിക്ക കുട്ടികൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അയൺ ബോക്സ് ഓൺ ചെയ്ത് വെക്കുക ആരെങ്കിലും, അവർ ചെന്നിട്ട് അയൺ ബോക്സ് തൊടും. അതുപോലെ ഗ്യാസ്, ഇപ്പൊ പിന്നെ മെഴുകുതിരി വിളക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൽ നിന്നുള്ള പൊള്ളല് കുറവാണ്. അല്ലാതെയുള്ള വണ്ടിന്റെ സൈലൻസർ ഒക്കെ സൈലൻസർ, യെസ്, സൈലൻസറിൽ കുഞ്ഞുങ്ങൾ പോയി പിടിക്കോ അല്ലെങ്കിൽ ചവിട്ടോ അല്ലെ അതിൽ പോയി ഇരിക്കുകയൊക്കെ ചെയ്യും മക്കൾ പോയിട്ട് ചൂടുള്ള സ്ഥലത്ത്. അപ്പൊ അങ്ങനെയും പൊള്ളല്. ഈ പൊള്ളുന്ന സമയത്ത് പണ്ട് നമ്മൾ പറയും ഉപ്പ് തേച്ച് കൊടുക്കുക, തേൻ തേച്ച് കൊടുക്കുക. പക്ഷെ ഇപ്പൊ സയന്റിഫിക് ആയിട്ട് അതൊന്നും ചെയ്യാൻ പാടില്ല. നേരെ നല്ല ഐസ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഓയിൻമെന്റോ പുരട്ടുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ബ്ലീഡിങ്, എവിടെ നിന്നെങ്കിലും ബ്ലഡ് നിൽക്കാണ്ട് പോവുക. ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് എയ്ഡിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ബ്ലീഡിങ് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നനഞ്ഞ തുണി വെച്ചിട്ട് കെട്ടരുത്. നനഞ്ഞ ക്ലോത്ത് പെട്ടെന്ന് തന്നെ ബ്ലഡ് വലിച്ചെടുക്കും. കൂടുതൽ ബ്ലീഡിങ്ങിനുള്ള സാധ്യത അവിടെ വരാണ്. ഇവിടെ പിന്നെ വരുന്ന ഫസ്റ്റ് എയ്ഡ് ആണ് എന്താ അറിയോ? CPR, കൃത്രിമ ശ്വാസം കൊടുക്കുക. പതിയെ നമ്മൾ നെഞ്ച് 3 പ്രാവശ്യം പതിയെ അമർത്തി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ലിപ് ടു ലിപ്റ്റ് കൊടുക്കുക. പക്ഷെ ഇപ്പോൾ ലിപ് ടു ലിപ്റ്റ് അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നോർമൽ നമ്മൾ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ശക്തിയായിട്ട് ലെൻസിലേക്ക് ഊതി കൊടുക്കുക. ആ സമയത്ത് എന്തെങ്കിലും കുടുങ്ങിക്കിടക്കുക അല്ലെങ്കിൽ ലെൻസിൽ എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് നീങ്ങിയിട്ട് ആളൊന്ന് ശ്വാസം എടുക്കും. പിന്നെ വെള്ളത്തിൽ മുങ്ങി കുട്ടികൾ ബക്കറ്റ്, ചെറിയ കുളം, അതുപോലെ ഈ അക്വേറിയം പോലെ ഈ പോണ്ടൊക്കെ ഉണ്ടാക്കി വെക്കും മീനിനെ വളർത്താനൊക്കെ. അതിലൊക്കെ കുഞ്ഞു മക്കൾ ചെന്നങ്ങ് ചാടും. അവരുടെ തലയും കുത്തി വീഴുകയാണെന്നുണ്ടെങ്കിൽ മൂക്കിലൂടെയും വായിലൂടെയും വെള്ളം കയറിയിട്ടുണ്ടാവും. പതിയെ വയറമർത്തി കൊടുത്തിട്ട് കാലിനടിയിൽ ശക്തിയായിട്ട് ചൂട് വരുന്ന രീതിയിൽ തടവി കൊടുക്കുക. അതോടൊപ്പം തന്നെ പതിയെ നമ്മള് വയറിലുള്ള വെള്ളം പുറത്തേക്ക് വരുന്ന രീതിയിൽ എന്തെങ്കിലും കട്ടിയുള്ള ടർക്കിയോ മറ്റോ വെച്ചിട്ട് പതിയെ അമർത്തി കൊടുക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് എയ്ഡ് പഠിച്ചിരിക്കണം. ഫസ്റ്റ് എയ്ഡ് ഹെൽപ്സ് സേവ് ലൈവ്സ് ആൻഡ് പ്രിവെന്റ്സ് ഇഞ്ചുറീസ് ഫ്രം ബിക്കമിങ്
goes until medical help arrives. ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നത് വരെ ജീവൻ നിലനിർത്താൻ എന്ത് ഹെൽപ്പ് ചെയ്യും? ഈ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. Then importance of health. The knowledge acquired by health education can be applied in the school life, personal life and community life. എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം? നമ്മൾ സ്കൂളിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ടീച്ചറായി നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാം. എടുത്ത് ഓടുന്നതിന് പകരം ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ദെൻ പേഴ്സണൽ ലൈഫിൽ, വീട്ടിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. ദെൻ കമ്മ്യൂണിറ്റി ലൈഫ്, നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ആ സമയം നമ്മൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇമ്പോർട്ടൻ്റ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻ്റ്? ഹാബിറ്റ് ആൻഡ് ബിഹേവിയർ അഡോപ്റ്റ് ഇൻ ചൈൽഡ്ഹുഡ് റിമൈനിങ് അൺചേഞ്ച്ഡ് ഈവൻ ഇൻ അഡൾട്ട്ഹുഡ്. നമുക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന, ഇപ്പൊ ചുട്ടയിലെ ഉള്ള ശീലം ചുടല വരെ എന്ന് പറയും. ചെറുപ്പത്തിലെ നമുക്ക് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ജീവിതത്തിലുടനീളം, ഐ മീൻ കുഞ്ഞായിരിക്കും, ഇപ്പൊ നമ്മൾ നഴ്സറി ക്ലാസ്സുകളിലൊക്കെ കുഞ്ഞുങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. അവിടെ ആ കുഞ്ഞുങ്ങൾ ഇടയിൽ ഇപ്പം അടി ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് കാണുകയാണ്. ടീച്ചേഴ്സ് ആ കുഞ്ഞിന് ശ്വാസം കിട്ടാതെ പെടയുമ്പോ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആ കുഞ്ഞവിടെ കാണുന്നുണ്ട്. അവൻ നോർമലി അതൊക്കെ കുറച്ച് കഴിഞ്ഞ് ഇതേ സിറ്റുവേഷന് അവന്റെ സറൗണ്ടിങ്സിൽ വരുന്ന സമയത്ത് ആ കുഞ്ഞു അതേപോലെ ചെയ്യില്ലേ? എൻ്റെ ടീച്ചർ ഇങ്ങനെ ചെയ്തിരുന്നു, എന്നാൽ ഞാനും അതേ രീതിയിൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ അവിടെ കൃത്യമായിട്ട് എന്താ നമ്മൾ പറയാ, ഡെവലപ്സ് ഹെൽത്തി ഹാബിറ്റ്സ് ഫ്രം ചൈൽഡ്ഹുഡ്. കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് കുട്ടിക്കാലത്ത് കൊടുക്കുക. ദ ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ ലേൺ ഇൻ ചൈൽഡ്ഹുഡ് ഓഫൻ കണ്ടിന്യൂ ഇൻ ടു അഡൽട്ട്ഹുഡ്. ചുട്ടയിലുള്ള ശീലം ചുടല വരെ എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ലാണ് ഇതിന് ഏറ്റവും ഉചിതം. ചെറുപ്പത്തിലെ ശീലിച്ചത് അവന് അഡൽട്ട്ഹുഡിലും തുടരും. ഹെൽത്ത് എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ചിൽഡ്രൻ ഗുഡ് ഹാബിറ്റ്സ് സച്ച് ആസ് ഈറ്റിംഗ് ന്യൂട്രിയൻസ് ഫുഡ്, മെയിൻറ്റെയിനിങ് ക്ലീൻലിനെസ്, എക്സസൈസിങ് റെഗുലർലി ആൻഡ് ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്. അവിടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? നല്ല ഭക്ഷണം. ഇപ്പം മിക്ക പ്രൈവറ്റ് സ്കൂളുകളല്ലാത്ത എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും ന്യൂട്രിയൻസ് ഫുഡാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ വർഷമാണ് മന്തി ഇതൊക്കെ വന്നത്. അതുവരെ പയറ്, കടല, മുട്ട, പായസം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ്സ് ആയിരുന്നു. ഇപ്പം ഈ മന്തി, ബിരിയാണി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും അത് എല്ലാ ദിവസവും ഒന്നുമില്ല, ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഉള്ളൂ. ദെൻ Schools teach students healthy practices and organize healthcare related activities. സ്കൂളുകളിൽ തന്നെ നമുക്ക് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് സ്കൂളുകളിൽ തന്നെ ഒരു ഡ്രാമ ഒക്കെ ആക്കിയിട്ട് ചെയ്യാം. തല കറങ്ങി വീണൊരു കുഞ്ഞിനെ രക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് ചെറിയൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. It is health education that helps the child to attain healthy habit and attitude. No health program can be implemented without the help of a school. Hence, whatever steps are taken in school regarding health have direct bearing on the community. ഇവിടെ സ്കൂളില് പല പല ഏജൻസീസും വരാറുണ്ട്. റെഡ് ക്രോസ്, അതുപോലെ പിന്നെ ഇത് റെസ്ക്യൂ ടീം വരാറുണ്ടോ പ്രൈവറ്റ് സ്കൂൾസിൽ? ഇപ്പൊ നിങ്ങളുടെയൊക്കെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന ഇതില് റെസ്ക്യൂ ടീം, കുട്ടികളെ നീന്തൽ പഠിക്കാൻ റെസ്ക്യൂ ടീമാണ് വരാ. കുളത്തിലൊക്കെ കൊണ്ടുപോയിട്ട് അവരെ നീന്തൽ പഠിപ്പിക്കും. എന്തിന്? കുഞ്ഞു മക്കളെ നീന്തൽ പഠിപ്പിക്കുന്നത് എന്തിനാണ്? അവര് അറിയാതെ എങ്ങാനും കാല് തെറ്റി കുളത്തിലേക്ക് വീണു പോയാൽ
നീന്തി രക്ഷപ്പെടാനുള്ള ഒരു പ്രാക്ടീസ്. പലപ്പോഴും മുങ്ങി മരണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? അപ്പോ അത് ഇല്ലാണ്ടാക്കാന്, അല്ലെങ്കിൽ ഇപ്പം റീസെന്റ് ആയിട്ട് കേട്ട ഒരു കാര്യമാണ്, ഒരു കുഞ്ഞ് മുങ്ങി താഴുമ്പോ ചെറിയൊരു കുഞ്ഞ് ചാടിയിട്ട് രക്ഷപ്പെടുത്തുന്നത്. അവനൊന്നും നോക്കാതെ അങ്ങ് ചാടുകയാണ്, അവന്റെ ജീവൻ പോലും നോക്കാതെ. പക്ഷെ എത്ര വലിയ നീന്തൽ അറിയുന്ന ഒരാളാണെങ്കിലും ചുഴികളുള്ള സ്ഥലങ്ങളിൽ രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ടൊരു യാഷിക് പുഴയിൽ മരം എടുക്കാൻ വേണ്ടി ചാടിയത്. ആള് നന്നായിട്ട് നീന്തും. ചാലിയാറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയോ തവണ ക്രോസ് ചെയ്യും. പക്ഷെ അത്രയും വലിയ ഒഴുക്കില് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊക്കെ റെസ്ക്യൂ ആയിട്ട് ചെയ്യുമ്പോൾ, റെസ്ക്യൂ ടീം ചെയ്യുന്ന സമയത്ത് അവർ അത്രയും പ്രിക്കോഷൻ എടുത്തിട്ട്, ഇപ്പൊ റെസ്ക്യൂ ടീം ആണെങ്കിൽ അവർ ലൈഫ് ജാക്കറ്റ് ഇടും, അതുപോലെ അരയിൽ കയറ് കെട്ടും, ദെൻ കൂടാതെ കയ്യിൽ ഒരു എയർ റൗണ്ട് ഉണ്ടായിരിക്കും. എന്നിട്ടാണ് അവര് എടുത്തു ചാടുന്നത്. ഇൻ കേസ് ഒരു ചുഴിയിൽ പെട്ട് കഴിഞ്ഞാൽ വലിച്ചു കയറ്റാൻ പാകത്തിൽ അവരുടെ ശരീരത്തിൽ കയറ് കെട്ടിക്കൊടുക്കും. അപ്പൊ കുഞ്ഞുങ്ങൾക്കും നമ്മൾ അതേ രീതിയിൽ തന്നെ കൃത്യമായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് നാളെ കമ്മ്യൂണിറ്റിക്കും ഗുണം ചെയ്യും, കുട്ടികൾ പഠിക്കുന്നത്. വാട്ട് എവർ happen in community has its effect on the school. It is expected that the school students, whatever they learn about health in the school, do inform or discuss with their parents or other family members. Hence, health knowledge multiples through school and parents also get education. ഇപ്പൊ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, സ്കൂളിൽ നിന്ന് ഇത്തരം അറിവുകൾ കിട്ടുകയാണ്. കിണറിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഒരു ഫാന്, ടേബിൾ ഫാന് കറക്കി, ആഴമുള്ള കിണറാണെങ്കിൽ ടേബിൾ ഫാൻ ഇറക്കി, അല്ലെങ്കിൽ ഒരു വിളക്കോ മറ്റോ കത്തിച്ച് താഴേക്ക് ഇറക്കി നോക്കും, ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ, എന്നിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് കുഞ്ഞിന് കൊടുത്താൽ അടുത്ത നെക്സ്റ്റ് വീക്കിൽ കുഞ്ഞിന്റെ വീട്ടിൽ കിണർ നന്നാക്കാൻ ആ കുഞ്ഞ് പറയും, ആദ്യം ഒരു പേപ്പറോ വിളക്കോ കത്തിച്ചിട്ട് ഇറക്കണം, എന്നിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ള ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ അറിവ് എവിടേക്ക് എത്തി? സ്കൂളിൽ നിന്ന് നമ്മൾ ക്ലാസ് റൂമിൽ കൊടുത്ത അറിവാണ്, നേരെ എത്തിയത് ഒരു സൊസൈറ്റിയിലേക്കാണ്. അത് കേൾക്കുന്ന ആളുകൾ, ഇൻ കേസ് അവർക്ക് ചിലപ്പോൾ എത്ര ആഴത്തിൽ ഇറങ്ങുന്ന ആളുകളായിരിക്കും, അവർക്ക് ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. പക്ഷെ ഈ കുഞ്ഞിത് പറയുന്നതോട് കൂടിയിട്ട് കുഞ്ഞു പറയുന്നതിലും എന്തോ ഒരു കാര്യമുണ്ട്. പിന്നീട് ആ അറിവ് എന്തായി പല രീതിയിൽ സ്പ്രെഡ് ആവാണ്. അപ്പോൾ നമ്മൾ നോർമലി കൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ കുളത്തിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കയറ് കെട്ടിയിട്ട്, മരത്തിൽ കയറ് കെട്ടി കുളത്തിലേക്ക് ഇട്ട് വെക്കണം. ഇൻ കേസ് ആരെങ്കിലും ഒരാൾ മുങ്ങി താഴാൻ പോയാൽ ആ പിടിച്ചിട്ട് വേണം ആ രക്ഷിക്കാൻ പോകേണ്ടത്. ഇപ്പൊ നോർമലി നിങ്ങൾക്കാർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. ഇപ്പൊ നമ്മൾ കുളത്തില് ജസ്റ്റ് ആഴില്ലെങ്കിൽ പോലും മുങ്ങി പോകുന്ന ഒരാളെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ആ മുങ്ങുന്ന ആൾ എന്താ ചെയ്യുക? പിടിക്കാൻ വന്ന ആളെ മൊത്തത്തിൽ അങ്ങ് കെട്ടിപ്പിടിക്കും. അതായത് ആ പിടിക്കാൻ പോയ ആളും കൂടി മുങ്ങി പോകുന്ന രീതിയിലായിരിക്കും ആ പിടുത്തം. അതേസമയം മുടി മാത്രമാണ് പിടിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് നമ്മുടെ ബോഡി വെയിറ്റ് ഉണ്ടാവില്ല. എത്ര വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ പോലും വെള്ളം ഉള്ള സ്ഥലത്ത് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ബോഡി അത്രയും വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ജസ്റ്റ് അവരുടെ മുടി മാത്രം പിടിച്ചാൽ മതി, നമുക്ക് നീന്തി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് വെള്ളത്തിൽ വെച്ച് ഒരാളെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ കുട്ടികളുടെ അറിവ് വീട്ടിലേക്ക് എത്തുകയാണ്, വീട്ടിൽ നിന്നും അതൊരു സൊസൈറ്റിയിലേക്ക് എത്തുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ദെൻ രണ്ടാമത്തേത് നമുക്ക് പറയുന്നത് ഇംപ്രൂവ്സ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഹെൽത്ത്. ഇറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അബൌട്ട് സ്റ്റേയിങ് ഹെൽത്തി. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള കാല് പുറത്തുനിന്ന് വരുമ്പോൾ, ഇനിയിപ്പോൾ സ്കൂളിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും വരുന്നതാവട്ടെ, പണ്ട് കാലങ്ങളിൽ വീട്ടിന്റെ ഉമ്മറക്കോലായാലൊരു ഇച്ചിരി വെള്ളം ഉണ്ടായിരിക്കും, ബക്കറ്റോ വെള്ളമോ അല്ലെങ്കിൽ ഒരു തൊണ്ടില്ലേ, എന്താ പറയാ അതിന്,
പല പല രീതിയിൽ പല ഭാഷകളാണ്. കിണ്ടി എന്ന എന്താ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഒരു ജഗ് പോലുള്ള അതിൽ കാല് കഴുകിയിട്ടാണ് വീട്ടിലേക്ക് കയറുക. നമ്മൾ കാല് പല സ്ഥലങ്ങളിലൂടെ നമ്മൾ നടന്നു വന്നതാണ്. അപ്പൊ ആ കാല് നമ്മൾ പുറത്തു നിന്ന് കഴുകിയിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അത് നല്ലൊരു ഗുഡ് ഹാബിറ്റ് ആണ്. കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് അകത്തേക്ക് കയറാൻ ശീലിപ്പിക്കുക. അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ ഷോക്സ് അഴിക്കുക, ഡ്രസ്സ് അഴിക്കുക, വാഷ്റൂമിൽ പോവുക, മേല് കഴുകിയിട്ട് വന്നതിന് ശേഷം ഫുഡ് കൊടുക്കുക. നഖം ക്ലീൻ ആണോ നോക്കുക. പലപ്പോഴും മണ്ണിലൊക്കെ കളിച്ചിട്ട് നഖത്തിനുള്ളിലൊക്കെ അഴുക്കുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ശീലം കുട്ടികൾക്ക് കൊടുക്കുക. ദ ലേൺ ടു വാല്യൂ ഹൈജീൻ, ഫിറ്റ്നസ് ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ. അതിലൂടെ അവര് ഹൈജീന്റെ വാല്യൂ മനസ്സിലാക്കുകയാണ്. ബോഡി ഫിറ്റ്നസ്, അതുപോലെ തന്നെ ഡിസീസ് പ്രിവെൻഷൻ, രോഗങ്ങളിൽ നിന്നുള്ള മുക്തി, അത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത് സ്കൂൾസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. സ്കൂളിൽ PT പീരിയഡ് കുട്ടികൾ തമ്മിൽ കളിക്കുന്നത്, അതിന് വളരെ അധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് മെയിൻലി പ്രൊവൈഡ് ത്രൂ സ്കൂൾസ്. സ്കൂൾസ് ടീച്ച് സ്റ്റുഡൻസ് ഹെൽത്തി പ്രാക്ടീസസ് ആൻഡ് ഓർഗനൈസ് ഹെൽത്ത് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. PT മാഷ് ഉണ്ടാവാറുണ്ട് സ്കൂളുകളിൽ. ഈ PT മാഷ് ചെയ്യുന്നത് ആദ്യം അവരൊന്ന് വാമപ്പ് ചെയ്യിക്കും. ഗ്രൗണ്ടിലൂടെ നമുക്ക് 1, 2, 3 റൗണ്ട് കുഞ്ഞുങ്ങളെ ഓടിപ്പിക്കും. അതുപോലെ ജമ്പ് ചെയ്യിപ്പിക്കും. കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ആയിരിക്കും അതൊക്കെ. കളിക്കുന്നതിന് മുമ്പ് കുഞ്ഞ് ദീർഘദൂരം ഓടി കളിക്കുന്നതിന് മുമ്പ് അവരെ വാമപ്പ് ചെയ്യിക്കുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അറിയാൻ പറ്റും. ഗേൾസും ജിമ്മിൽ പോകുന്നില്ലേ, ആദ്യം ഒരു വാമപ്പ് ആക്ടിവിറ്റീസ് എടുത്തിട്ട് പിന്നെ മറ്റേതൊരു ആക്ടിവിറ്റീസിലോട്ടും അവർ തരുള്ളൂ. കാരണം നമ്മളെ ബോഡി അതുമായിട്ടൊന്ന് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ സ്കൂൾസിൽ ഇങ്ങനെ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ബെനിഫിറ്റ്സ് ദ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. ഫാമിലിയിലും കമ്മ്യൂണിറ്റിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. സ്റ്റുഡൻസ് ഷെയർ വിത്ത് വാട്ട് ദേ ലേൺ വിത്ത് ദെയർ പേരൻസ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. കുഞ്ഞ് എന്താണ് പഠിച്ചത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഫാമിലിയിലുള്ളവരോടും അതുപോലെ തന്നെ അതർ മെമ്പേഴ്സിനോടും നൈബേഴ്സിനോടും ഒക്കെ അവർ ഷെയർ ചെയ്യും. As a result, health knowledge spreads from the schools to the home and the whole community. സ്കൂളിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ വീട്ടിലും അതുപോലെ തന്നെ സൊസൈറ്റിയിലും കുഞ്ഞിന് കൊണ്ടെത്തിക്കാൻ പറ്റും. ഹെൽത്ത് ഈസ് അച്ചീവ്ഡ് ത്രൂ ഹെൽത്തി ലിവിംഗ്. ഗുഡ് ഹെൽത്ത് കനോട്ട് ബി അച്ചീവ്ഡ് ബൈ ടേക്കിംഗ് മെഡിസിൻ അലോങ്. നമ്മൾ നല്ല ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് ഒക്കെ മാറ്റി നിർത്താൻ പറ്റും അല്ലേ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫോളോവിങ് ഹെൽത്തി ഹാബിറ്റ്സ് എവരി ഡേ. എന്തൊക്കെയാണ്? ഈറ്റിംഗ് ബാലൻസ്ഡ് ഡയറ്റ്, മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ, എക്സസൈസിങ് റെഗുലർലി, ഗെറ്റിംഗ് ഇനഫ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, കീപ്പിംഗ് ദ എൻവയോൺമെന്റ് ക്ലീൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പോയിന്റ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈറ്റിംഗ് എ ബാലൻസ്ഡ് ഡയറ്റ്, മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ, എക്സസൈസിങ് റെഗുലർലി, ഗെറ്റിംഗ് ഇനഫ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, കീപ്പിംഗ് ദ എൻവയോൺമെന്റ് ക്ലീൻ. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഡെവലപ്സ് ഹെൽത്തി ഹാബിറ്റ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ ചിൽഡ്രൻ, പ്രൊമോട്ട്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, prevents diseases through awareness, improves personal, family and community health, encourages good hygiene and healthy lifestyle, helps children become responsible and health conscious citizens. മക്കള് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തലമുറയായിട്ട് വളരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ചെറിയൊരു ഭാഗം, അതായത് നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല, ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള, ഹൈജീൻ റിലേറ്റഡ് ആയിട്ട് ഇനിയും വരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് വരുന്നത് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ ആണ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഈ ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ
നിങ്ങൾക്ക് ഇപ്പൊ വർക്കില്ല, ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഹെൽത്ത്, എന്താണ് ഹൈജീൻ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ട് മതി. ഉം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തൊരു ചാപ്റ്റർ ആണ് 4th ചാപ്റ്റർ അല്ലെ, ഡിസീസസ്. ഇതിൽ 4th ചാപ്റ്റർ ആണ് നമ്മൾ ഫസ്റ്റ് എടുത്തത്. രോഗങ്ങളെ കുറിച്ച് എടുത്തില്ലേ? കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് പറഞ്ഞു തന്നില്ലേ? അതിനുശേഷമല്ലേ ആ ഒരു സംഭവം നമ്മള്, അതായത് റെക്കോർഡ് നിങ്ങൾക്ക് ചെയ്യാൻ തന്നത്. അതില് ഫസ്റ്റ് എയ്ഡിന്റെ ഇനി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രോഗത്തെ കുറിച്ചിട്ടുള്ള വാക്സിനേഷന്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട്സ് ഞാനിപ്പോ വിട്ടുതരാം. കൃത്യമായിട്ട് തന്നെ ഓരോന്നും പഠിക്കാം. സഫൂറ എവിടെയാണ്? ഗൾഫിലാണോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ആണോ? ഗൾഫിലാണ്, ഇപ്പൊ പുറത്താ, അതാ. ഓക്കെ ഓക്കെ. അല്ല, യൂറോപ്യൻ കൺട്രീസിലല്ലല്ലോ, ഞാൻ അവിടെ സൺസെറ്റ് ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഇവിടെ മരുവാൻ കൊടുത്താണ്, സൗദിയിലാണ്. ഓക്കെ, ശരി ശരി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്. Good night.